നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ടോ? ഒരാന കുത്താൻ വന്ന എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ വന്ന എന്ത് ചെയ്യും? ഈ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും കേട്ടതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെല്ലേ, ഇത് നമ്മുടെ ഹരിഹർ നഗറിൽ പാർട്ട് 2 മുകേഷ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതിന്റെ ആൻസർ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ജഗദീഷ് ആണ് ഇതിന്റെ ആൻസർ പറയുന്നത്. എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ഒരു ചെറിയ കല്ലെടുത്തെറിയും, വലിയ കല്ലെറിയുന്നു. ഓക്കെ, അപ്പൊ ആൻസർ എന്തായിരുന്നു പറഞ്ഞേ? ഒരു ചെറിയ കല്ലെടുത്തെറിയും അല്ലെങ്കിൽ ഒരു വലിയ കല്ലെടുത്തെറിയുന്നു അല്ലേ. അത് ശരിയാണ് അല്ലേ. നമുക്ക് പെട്ടെന്ന് ഒരു പട്ടി അടിക്കാൻ വന്നാൽ ഇക്കാലത്ത് പല വെപ്പൺസും ടൂൾസും ഒക്കെ നമ്മുടെ ഇക്കാലത്ത് അവൈലബിൾ ആണെങ്കിലും പെട്ടെന്ന് പട്ടി അടിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് കല്ലുകളാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കല്ലുകളെ തന്നെ നമ്മൾ ആയുധമാക്കിയിട്ട് യൂസ് ചെയ്യും അല്ലേ, എന്നിട്ട് നമ്മൾ എറിയും. പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നമുക്ക് പല വെപ്പൺസും അവൈലബിൾ ആണ്. ഈ സമയത്ത് പെട്ടെന്ന് നമുക്ക് പട്ടി അടിക്കാൻ വന്നാൽ എടുക്കാൻ വെപ്പൺസ് ഇല്ലാത്തതുകൊണ്ട് കല്ലുകളെ തന്നെ നമ്മൾ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? അതായത് പണ്ട് കാലത്തുള്ള ആൾക്കാർ, അവർക്ക് ഒരു തരത്തിലുള്ള വെപ്പൺസും ഇല്ല. ഇതേപോലത്തെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെപ്പൺസും ഒരു ടൂൾസും അവർക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ ഒരു പറയുന്ന പട്ടി അടിക്കാൻ വന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കുക്കിംഗ് ആയിക്കോട്ടെ, പെയിന്റിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തുണികൾ നെയ്യാനായിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അവരെന്താണ് ഈ പറയുന്ന കല്ലുകളെയാണ് അവര് യൂസ് ചെയ്തിരുന്നത്. ഈ പറയുന്ന കല്ലുകളെ അവരെന്ത് ചെയ്യും? പല പല ആവശ്യങ്ങൾക്കായിട്ട് വെപ്പൺസിന്റെ രൂപത്തിലാക്കിയിട്ട് ഉപയോഗിക്കുകയാണ് പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ ഹിസ്റ്ററിയിൽ വിളിക്കുന്ന പേരാണ് എന്താ? സ്റ്റോൺ ഏജ് എന്നുള്ളത്. മനസ്സിലായോ? ആ ഒരു കാലഘട്ടത്തിൽ അവരെല്ലാ വെപ്പൺസും ടൂൾസും ഒക്കെ കല്ലുകൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഏജിന് നമ്മൾ സ്റ്റോൺ ഏജ് എന്നങ്ങ് പേരിട്ടു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു കല്ലുകൾക്കൊപ്പം അല്ലെങ്കിൽ കല്ലുകൾക്ക് പകരം എന്തായി വന്നു? മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇരുമ്പ്, വെങ്കലം, അതായത് ബ്രോൺസ്, അയണൊക്കെ ഇതുപോലുള്ള മെറ്റൽസ് വെപ്പൺസ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇത് വെച്ചിട്ട് വെപ്പൺസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് മെറ്റൽ ഏജ്. മനസ്സിലായോ? അതായത് നമ്മൾ എൻറ്റയർ ഹിസ്റ്ററി തന്നെ, എൻറ്റയർ ഹിസ്റ്റോറിക്കൽ പീരീഡിനെ തന്നെ നമ്മൾ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നേതാണ്? സ്റ്റോൺ ഏജും, പിന്നെ ഒന്ന് മെറ്റൽ ഏജും. ഇതിനെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന് രണ്ട് ഏജിനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? അതായത് എന്തുപയോഗിച്ചിട്ടാണ് പണ്ടുള്ള ഏർലി ഹ്യൂമൻ ബീങ്സ് വെപ്പൺസും ടൂൾസും എന്തുപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിന്റെ ബേസിസിലാണ് നമ്മൾ ഒന്നിനെ സ്റ്റോൺ ഏജിനും പിന്നെ ഒന്നിനെ മെറ്റൽ ഏജിനും നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ എന്താ, ഇത് നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്ന പോർഷനാണ് അല്ലേ. ഇതിപ്പോൾ 8th സ്റ്റാൻഡേർഡിലാണെങ്കിലും 9th സ്റ്റാൻഡേർഡിലാണെങ്കിലും നമ്മുടെ ഹിസ്റ്ററിയിൽ വരുന്ന പോർഷൻസ് ആണ്. അപ്പൊ എന്താണ്, ഈ ഒരു സ്റ്റോൺ ഏജിനെ തന്നെ നമ്മൾ പിന്നീട് 3 പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ ഇനിയുള്ള ക്ലാസ്സസിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം, ഡു ജോയിൻ ഇൻ നിയോ ഹോം ട്യൂഷൻ.